ഓടി തളരാനുള്ള കാരണം ഇതുവരെ ലക്ഷ്യം വന്നിട്ടില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മൾ ലക്ഷ്യത്തിൽ ലാക്കിലേക്ക് പോകണം. നീ ക്ഷീണിച്ചു പോകുന്നുവെന്ന് അറിയുമ്പോൾ ദൈവം നിന്റെ മനസ്സറിയുന്നുണ്ട്, ദൈവം നിന്റെ സ്ഥിതിഗതികളെ അറിയുന്നുണ്ട്. നിന്നെ തളർന്നു പോകാൻ അനുവദിക്കാതെ വചനം നിന്നെ ബലപ്പെടുത്തും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലൂസ് ഫിലിപ്പിയ സഭയോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ലക്ഷ്യം വിട്ടോടുകയല്ല, ഞാനൊരു ലക്ഷ്യത്തോടെ ഓടുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ലക്ഷ്യത്തോടെ ഓടുക. ഒന്ന് കൈയടിച്ചൊന്ന് പറഞ്ഞാട്ടെ എല്ലാവരും, ലക്ഷ്യത്തോടെ ഓടുക. കുറച്ച് ആത്മീകമായ ലെവലിൽ നമ്മൾ ഇതിനെ ചിന്തിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്നാണ്. നമ്മൾ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൻ്റെ പിന്നാലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം പിന്നാലെ ബാക്കിയുള്ളതെല്ലാം കർത്താവ് നമുക്കായിട്ട് നൽകും. ആദ്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം. ശൗൽ എങ്ങനെയാണ് രാജാവായി തീർന്നത്? ആദ്യം പറഞ്ഞു, 3 ദിവസം നീ എന്നോടുകൂടെ പാർക്ക എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ അംഗീകരിച്ചു. അതവൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ 1-ാമത്തെ പടിയായിരുന്നു. അപ്പോൾ ആ അനുസരണമായിരുന്നു അവൻ്റെ അനുഗ്രഹത്തിൽ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തിലേക്ക് നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് നീ ഇറങ്ങിത്തിരിക്കെ, എല്ലാം വിട്ടേച്ച് ഇറങ്ങിത്തിരിക്കെന്ന് പറഞ്ഞു. അവൻ അനുസരിച്ചു. ആ അനുസരണം അവനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് നാം ചില മേഖലകളിലേക്ക് നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ മേലൊരു അനുഗ്രഹം കടന്നു വരും. ആത്മീകമായി നമ്മൾ വളർന്നു വരുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സകല അനുഗ്രഹങ്ങളും തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതും. ഒരപ്പൻ്റെ മനസ്സ് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഒരപ്പൻ്റെ മനസ്സ് എങ്ങനെയാണ്? മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടരുത്. ഒരുപാട് ചിന്തകൾ അവർക്കുണ്ട്. മക്കളെ പഠിപ്പിക്കണം, നല്ല കുടുംബജീവിതത്തിൽ പ്രവേശിക്കണം, അവർക്ക് വീട് വെച്ചു കൊടുക്കണം, അവർക്ക് ജോലി മേടിച്ചു കൊടുക്കണം. അങ്ങനെ ആഗ്രഹങ്ങൾ മരണം വരെയും അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീർന്നു പോകത്തില്ല. മരണം വരെയും മക്കളെക്കുറിച്ചുള്ള സ്നേഹമുള്ള മക്കളെക്കുറിച്ച് കരുതുന്ന മക്കളെക്കുറിച്ച് ഒരാഗ്രഹം. അതുപോലെ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനും ഇത് തന്നെ. എത്ര തന്നെ നമ്മളെ അനുഗ്രഹിച്ചാലും മതി വരാത്ത വിധത്തിൽ പക്ഷെ ഒരു ഭയമുണ്ട്. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ പിന്മാറ്റത്തിൽ പോകുമോ? അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ അകന്നു പോകുമോ? അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കാതിരിക്കുമോ? അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ പിന്മാറ്റത്തിലേക്ക് പോകുമോ എന്നൊക്കെ ദൈവത്തിന് ഭയമുണ്ട്. ആകിയാലൊട്ട് നാം ലാക്കിലേക്ക് ഓടണം. ഓട്ടം, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനോട് സദൃശ്യമാണ്. എന്താ ഒരു ഓട്ടക്കാരൻ്റെ ഓട്ടം? അതൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിന്റ് എത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരു ഓട്ടക്കാരൻ എപ്പോഴും ഓടുക എന്ന് പറയുന്നത്. അവന് കുറച്ചു ദൂരം ഓടിയിട്ട് നിൽക്കണമെന്നല്ല, കുറച്ചു ദൂരം ഓടിയിട്ട് ട്രാക്ക് വിട്ട് മാറി തിരിച്ചുഞ്ഞ് പോരണം എന്നുള്ളതിനെ കുറിച്ചല്ല. അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം, എനിക്കൊരു ഫിനിഷിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, ആ ഫിനിഷിംഗ് പോയിന്റ് വരെ എനിക്ക് ഓടണം. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഇതുവരെ ലക്ഷ്യമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലാക്കുണ്ടായിരിക്കണം. ആ ലാക്കില്ലാതെ, ആ ലക്ഷ്യമില്ലാതെ നിങ്ങളൊരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു പോകരുത്. മറുഭാഗത്ത് നിങ്ങളെ ഭൗതിക ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യമുള്ളവരായിരിക്കണം. എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും കുറച്ചു നാൾ പോകണം എന്നുള്ളതല്ല നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കേണ്ടത്. ഇന്നു മുതൽ നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം. എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, അതുകൊണ്ട് മതി. ഇന്നിപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് മതി. അങ്ങനെ ചിന്തിക്കരുത്. അതിനടുത്ത് നീ സ്നാനപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ അടുത്ത് എനിക്ക് ചാടിക്കേറിയെടുക്കുകയല്ല, എൻ്റെ സമയമാകുന്ന സമയത്തിൽ എനിക്ക് സ്നാനം സ്വീകരിച്ച് യേശുവിനോട് ചേരണം. എനിക്ക് തിരുമേശയിൽ പങ്കുള്ള വ്യക്തിയായി തീരണം. എനിക്ക് കൂട്ടായ്മ ആചരിക്കണം. എനിക്ക് അവസാനം വരെയും ക്രിസ്തുവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോകണം. എനിക്ക് നിത്യത വരെ ചെന്നെത്തണം. എനിക്ക് വേണ്ടി ദൈവം പണിയുന്ന ഒരു സ്വർഗമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ വെച്ച് എല്ലാവരും ഉണ്ട്, ഇവിടെ വെച്ച് എല്ലാവരും കൂടെ. പക്ഷേ ഇത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആരെൻ്റെ കൂടെ ഉണ്ടായിരിക്കുക? എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരിക്കുമോ? എൻ്റെ മക്കൾ കൂടെ ഉണ്ടായിരിക്കുമോ? എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുമോ? ആരും കാണത്തില്ല. പക്ഷെ മരിച്ചാലും എന്നെ വേർവിടാത്ത, എന്നെ വിട്ടു പിരിയാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്താൽ എനിക്ക് ലക്ഷ്യത്തിൽ ചെന്നെത്തണം, എനിക്ക് നിത്യത വരെ ചെന്നെത്തണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സഹോദര സഹോദരി, നീ ആരാധിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ലക്ഷ്യമില്ലാത്ത അനുഭവത്തിലേക്കാണോ നീ മാനസാന്തരപ്പെട്ടുവെങ്കിൽ ആമേൻ നീ സ്നാനം സ്വീകരിച്ചുവോ? ഇല്ല എങ്കിൽ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന കർത്താവേ, ലക്ഷ്യമുള്ള ഒരു ജീവിതത്തിൽ വേണ്ടിയിട്ട് ഞാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വിഗ്രഹങ്ങളെ, കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം വിട്ടു. ദൈവം എന്നെ അനുഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുവാനായിട്ട് തുടങ്ങി. ആകയാൽ ഇനി എനിക്ക് സ്നാനം സ്വീകരിക്കണം. എനിക്ക് സ്നാനം ഞാൻ ഇതുവരെയും പെട്ടില്ല. വർഷങ്ങൾ എത്രയായി, നാളുകൾ എത്രയായി, എനിക്കതിനുള്ള സമയമായോ കർത്താവേ? ഇല്ല എങ്കിൽ എന്നെ ഒരിക്കൽ കൂടി പണിയണം. എൻ്റെ ഹൃദയത്തെ ഒരിക്കൽ കൂടി ഉറപ്പിക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് ശരിയാക്കണം. എനിക്കും വേണം സ്നാനം. സ്വർഗത്തിലേക്ക് വരുമ്പോൾ കവാടം എനിക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കാൻ പാടില്ല. എന്നെ ദൈവം തിരഞ്ഞെടുക്കാത്ത അനുഭവത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ID കാർഡും ആധാരമൊന്നും ഇല്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയാത്തത് പോലെ തന്നെ അവിടെയും എനിക്ക് വ്യക്തമായിട്ടുള്ള സ്നാനത്തിൻ്റെ ആവശ്യമതയുണ്ടല്ലോ. സ്നാനം സ്വീകരിച്ച വ്യക്തിയാണോ? ഇതുവരെ നീ അഭിഷേകം പ്രാപിക്കാത്ത വ്യക്തിയാണോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്ന അനുസരിച്ച് അന്ത്യ കാലഘട്ടമാകൊണ്ട് സ്നാനത്തിന് മുമ്പേ ചിലരുടെ മേൽ അഭിഷേകം കടന്നു വരുന്നു. അഭിഷേകമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ലക്ഷ്യമുള്ള ഓട്ടം ഓടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ആഗ്രഹിക്കണം. അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. നിങ്ങൾ ഇതുവരേക്ക് പരിശുദ്ധ മേശയുടെ അടുക്കലേക്ക് കടന്നു വന്നില്ലയോ? വിശുദ്ധ മേശയുടെ അടുക്കലേക്ക്, തിരുമേശയുടെ അടുക്കലേക്ക് ഇതുവരെ വന്നില്ലോ? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ പ്രസ്താവിക്കത്തക്ക വിധത്തിലേക്ക് ഒരു ക്രൈസ്തവന്റെ അവകാശമായിരിക്കപ്പെടുന്ന അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രത്തിന്റെ അംശികളാകാൻ ഇതുവരെയും നിനക്ക് കഴിഞ്ഞില്ലയോ? നിനക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഈ വർഷം തീരുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ശരിയാക്കണം. എനിക്ക് ക്രമീകരണങ്ങൾ വരണം. എനിക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി എനിക്ക് തിരുമേശയിൽ പങ്കുള്ളവരായിരിക്കണം എന്നുള്ളത് ഈ വക്രതയുടെ തലമുറയിൽ നിന്ന് നീ സാക്ഷ്യമുള്ളവരായിരിക്കപ്പെടണം. ഇതുവരെ ദൈവസന്നിധിയിൽ നീ ഒരു സാക്ഷിയായിട്ട് നിന്നിട്ടില്ലയോ? കിട്ടിയ അനുഭവത്തെക്കുറിച്ച് ഒരു വ്യക്തിയോടെങ്കിലും പറയുവാൻ ഇതുവരെയൊക്കെ കഴിഞ്ഞില്ലയോ? നിന്നെ ദൈവം മരണത്തിൽ നിന്ന് രക്ഷിച്ചത്, ആപത്തിൽ നിന്ന് രക്ഷിച്ചത്, അനർത്ഥത്തിൽ നിന്ന് രക്ഷിച്ചത്, ബുദ്ധിമുട്ടുകളേറിയ അനുഭവത്തിൽ നിന്ന് രക്ഷിച്ചത്, ഇതുവരെയും ലക്ഷ്യമുണ്ടായിരിക്കണം. എനിക്കും വേണം ഒരു സാക്ഷ്യമുള്ള ജീവിതം. എനിക്കും വേണമെന്ന് സാക്ഷി പറയുവാൻ. ഞാനും പറയും, എൻ്റെ ദൈവത്തെ ഞാൻ ഉയർത്തും. എൻ്റെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹം. എനിക്കൊരു കൂട്ടായ്മ ബന്ധമില്ലയോ? 3 ദിവസം രോഗം വരുമ്പോൾ മാത്രമുള്ള കൂട്ടായ്മയല്ല. എനിക്കും സ്ഥായിയായിട്ട് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധം എനിക്ക് ആവശ്യമായിരിക്കുന്നു. അതെവിടെയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കൂട്ടായ്മയല്ല. ദൈവം എന്നെ എവിടെയാണോ നട്ടിരിക്കുന്നത്, എനിക്ക് അവിടെ അന്ത്യം വരെയും നിന്ന് ദൈവസന്നിധിയിലേക്ക് ആരാധിക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ, നന്മ പ്രാപിപ്പാൻ എനിക്കൊരു ലക്ഷ്യമുണ്ടാകണമെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കൂട്ടായ്മ ബന്ധത്തിന്റെ അനുഭവത്തിന്റെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അങ്ങനെ ആത്മീക ജീവിതത്തിൽ നിത്യതയിൽ എത്തുന്നത് വരെയും ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടരുത്. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആത്മീകമാണ് ദാരിദ്ര്യം പറയേണ്ടത്. 24 മണിക്കൂറും നമ്മൾ അയ്യോ കാശില്ല, അയ്യോ ആരോഗ്യമില്ല, സൗഖ്യമില്ല, അയ്യോ കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്. ഇത് ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം? ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം? ഈ ദാരിദ്ര്യം അതിനെല്ലാം വെച്ച് മാറ്റിയിട്ട് പറയണം, എൻ്റെ ആത്മശക്തി ഇത് പോരാ, എൻ്റെ ആത്മബലം ഇത് പോരാ, എൻ്റെ കൃപ എനിക്കിത് പോരാ എന്ന് പറഞ്ഞ് സ്വത്രം നമ്മൾ കൈ കിട്ടുന്നിടത്ത് എല്ലായിടത്തും ഓടി നടക്കുന്ന അനുഭവങ്ങളല്ല. ദൈവസന്നിധിയിലിരുന്ന് കർത്താവേ എന്നെ ആത്മീകമായി വളർത്തണമേ, ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടത്തില്ല, എനിക്കിതിനേക്കാളും ആത്മീകമായി വളരണം, ആത്മീകമായിട്ട് എനിക്ക് ബലപ്പെടണം, ആത്മീകമായി നീ ദാഹിക്കണം, ആത്മീകമായ ഒരു വിശപ്പ് വരണം. നമ്മൾ ലക്ഷ്യത്തിൽ ലാക്കിലേക്ക് പോകണം. ലാക്കിലേക്ക് പിൻപുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിനെ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി, തോൽക്കാനല്ല വിരുദിനായി, വിരുദ് സമം ജയിക്കാൻ വേണ്ടി നമുക്ക് ഒരു വാശി ഉണ്ടായിരിക്കണം, നമുക്കൊരു വെല്ലുവിളി ഉണ്ടായിരിക്കണം, ജയിക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൂരത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ തോൽപ്പിക്കാൻ പിശാച് ശ്രമിക്കും. കുറച്ച് ദിവസം കഴിയപ്പെടുന്ന സമയത്തിലേക്ക് സ്തോത്രം പ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞോ, ആരാധനയുടെ പേര് പറഞ്ഞോ, പ്രാർത്ഥനയുടെ പേര് പറഞ്ഞോ, മറ്റേതെങ്കിലും പേര് പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടി നോക്കും. സ്തോത്രം എന്ന് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. വിരുദിനായി ജയിക്കാനാണ് കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ പാടിയും പ്രാർത്ഥിച്ച് ആമേൻ എന്നിട്ട് ഞങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല, ഇനി അത് വേണ്ട എന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾ തോൽക്കാനല്ല, വിരുദ് പ്രാപിക്കണം.
ശത്രു പല വിധത്തിലും നമ്മളെ മനസ്സിനെ ഇളക്കും, നമ്മളെ കൂട്ടം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മളെ കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിച്ചിട്ട് എന്തിനാ? ആക്രമിക്കാൻ വേണ്ടിയിട്ടാ, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ആമീൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ അസംതൃപ്തി കൊണ്ടിട്ട് വന്നവരൊക്കെ സുഖപ്പെടുന്നു, എനിക്കിതുവരെയ്ക്ക് ഒരു നന്മയും കിട്ടിയില്ല, ഞാൻ ചാടിയിട്ട് കാര്യമില്ല, ആടിയിട്ട് കാര്യമില്ല. നീ തോൽക്കാനല്ല ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങിയത്. ഞാൻ ജയിക്കും വരെ ഞാൻ ആടും, ഞാൻ ജയിക്കും വരെ ഞാൻ പാടും, ജയിക്കും വരെ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം സുഹൃത്തെ. വഴിക്ക് വെച്ച് ക്ഷീണിച്ചിരിക്കുകയാണോ? വഴിക്ക് വെച്ച് നീ തളർന്നിരിക്കുകയാണോ? വഴിക്ക് വെച്ച് നീ പരാജയപ്പെട്ടിരിക്കുകയാണോ? ഇല്ല. നീ മരണം വരെയും വിജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും പിശാച് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീ പറയണം, എനിക്ക് ജയിക്കണം, ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയിച്ച വ്യക്തി ജീവിതങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? തോറ്റവർ മാത്രമേ ജയിച്ച ചരിത്രമുള്ളൂ. ഇവിടുത്തെ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുന്ന വലിയ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടേതായിട്ടുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? സകല പേരും തോറ്റ ചരിത്രങ്ങളുമാണ്. അവരുടെ തോൽവിയാണ് അവരുടെ വിജയത്തിന് കാരണമായി തീർന്നത്. ആകയാൽ നിന്റെ ചില കഷ്ടതകൾ നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നിന്റെ വിജയത്തിൻ്റെ തുടക്കമാകണം. നിന്റെ തകർച്ച നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നിന്റെ അടുത്ത അനുഭവത്തിലേക്ക് കടന്നു പോകണം. സ്വത്രം സ്വത്രം. നിങ്ങളുടെ മുമ്പിലും ഇന്ന് ഈ ദിവസങ്ങൾ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഷാജി ഷാലോമിന്റെ ഹിസ്റ്ററി ആമേൻ വല്ലപ്പോഴും സമയമുള്ളപ്പോൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. എത്രയോ പ്രാവശ്യം തോറ്റവനാണ്, ആമേൻ, എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടവനാണ്, എത്രയോ പ്രാവശ്യം തകർന്നവനാണ്. ആ തകർച്ചയുടെ മധ്യത്തിൽ ഞാൻ വിട്ടില്ല, എനിക്കും ജയിക്കണം. ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ജനിച്ചത്, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വിജയിക്കണം. എല്ലാ പ്രതിസന്ധികളെയും ആമേ കണ്ടിട്ട് ഞാൻ പുറകിലേക്ക് പോയില്ല. എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലേക്ക് ഒരു ലക്ഷ്യത്തോടു കൂടി പോയെങ്കിൽ ഇന്ന് പകൽ സമയത്ത് തകർക്കപ്പെട്ട ചിലർ ഈ കൂട്ടത്തിലുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്നവർ ചിലർ ഈ കൂട്ടത്തിലുണ്ട്. ആമേ, പിന്മാറാനല്ല, തോറ്റു കൊടുക്കാനല്ല, ഒഴിഞ്ഞു കൊടുക്കാനല്ല. ഹല്ലേലൂയ. ലാക്കിലേക്ക് നോക്കി ഓടണം, ലാക്കിലേക്ക്. ആമേ ആമേൻ. ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നീ ഓടണം. ദൈവത്തിൻ്റെ ഒരു വിളി നമ്മളിലേക്കുണ്ട്. യഹോവയായ ദൈവ ഭൂമിയെ വിളിക്കുന്നു. ആ വിളിക്കകത്ത് ഞാനുമുണ്ട്. എന്നെയും ദൈവം വിളിച്ചു. എന്നെ വിളിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ആരാധനാലയത്തിൽ വരാൻ കഴിഞ്ഞത്. ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാനിവിടെ കൈയടിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാനിവിടെ നിന്ന് സ്തുതിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ ആകർഷിക്കാതിരുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ആകർഷിക്കാതെ ആർക്കും പിതാപുത്രനായ യേശുവിനെ യേശുവെന്ന് പറയുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ആകർഷിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ വരുവാൻ കഴിഞ്ഞത്. ആകയാൽ ആ വിളിയുടെ ധൈര്യത്തിൽ നമ്മൾ ജയിക്കണം. ആ വിളിയുടെ ധൈര്യത്തിൽ നമുക്ക് ജയിക്കണം. ഞാനിവിടെ ഇത്രയും സമയം പറഞ്ഞത് ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയോട് സാമ്യമാണ് ഒരു ക്രിസ്തീയ ജീവിതം. ഇവിടെ പരാജയപ്പെട്ടു പോകുമെന്ന് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു പോകും. ഇല്ല, തോറ്റു കൊടുക്കരുത്. ഓട്ടക്കാരൻ ഒരല്പം പുറകിലായിപ്പോയാലും ആത്മസമീപനം വിട്ടുകൊടുക്കാതെ ഓടി നമുക്ക് വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിയണം. വിജയത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാനായി കഴിയണം. ഈ ഒരു ധൈര്യം നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് മാത്രം മതി. പക്ഷേ നിങ്ങളെ വിജയിപ്പിക്കുന്നത് ദൈവമാണ്. ആ ജയിക്കാനുള്ളൊരു മനസ്സുണ്ട് എങ്കിൽ, ആമേൻ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങളുടെ മേൽ കടന്നു വരുന്നുവെങ്കിൽ, ക്ഷീണിച്ചു പോകുന്ന സമയത്തിൽ നിങ്ങൾ ഓടി ദൈവസന്നിധിയിൽ വരുമ്പോൾ വചനം ട്രീറ്റ് ചെയ്യും. എനിക്കറിയാം, ആമേൻ, ഇനി ഞാൻ ഒരിക്കലും ജയിക്കത്തില്ല, ഇനി ഒന്നും ശരിയാതെ നിരാശപ്പെട്ട ആരൊക്കെയോ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ സന്ദേശം എനിക്ക് നൽകി എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. നീ ക്ഷീണിച്ചു പോകുന്നുവെന്ന് അറിയുമ്പോൾ ദൈവം നിന്റെ മനസ്സറിയുന്നുണ്ട്, ദൈവം നിന്റെ സ്ഥിതിഗതികളെ അറിയുന്നുണ്ട്. നിന്നെ തളർന്നു പോകാൻ അനുവദിക്കാതെ വചനം നിന്നെ ബലപ്പെടുത്തും, വചനം നിന്നെ ശക്തിപ്പെടുത്തും, വചനം നിന്നെ ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കപ്പെടുമ്പോൾ ഓടിത്തളരാനുള്ള കാരണം ഇതുവരെ ലക്ഷ്യം വന്നിട്ടില്ല. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. നിങ്ങളുടെ ഭൗതിക ജീവിത മേഖലകളിൽ നിങ്ങൾ തകർന്നു കിടക്കുകയാണോ? നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരുറപ്പ് നിങ്ങളുടെ മേലുണ്ടായിരിക്കണം. തോറ്റെടുത്തെന്ന് നിങ്ങൾ എഴുന്നേൽക്കുവാനായി തുടങ്ങണം. പരാജയപ്പെട്ടത് നിങ്ങൾ ജയിക്കണം. നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടോ, നിങ്ങളുടെ കുടുംബജീവിതം പരാജയപ്പെട്ടോ, നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളായിരിക്കുന്നുവോ, നിനക്കൊരു ലക്ഷ്യം കടന്നു വരപ്പെടണം. ലാക്കിലേക്ക് നോക്കി ക്രിസ്തയേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായിട്ട് നീ ലാക്കിലേക്ക് ഓടുവാനായിട്ട് മറക്കരുത്. ഹല്ലേലൂയ. ശത്രു നിന്റെ ആത്മബലത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നോ വെറുതെ പറയുന്നതല്ല. 18ാമത്തെ അടവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആയുധം നിരാശ. നിരാശ വരുന്നവന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല.
നിരാശ വരുന്നവന് കൈയടിക്കാൻ തോന്നത്തില്ല. നിരാശ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ പോകാൻ തോന്നത്തില്ല. നിരാശ കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ബുദ്ധി മുഴുവനും പാമ്പിനെ പോലെ ബുദ്ധി. പാമ്പിൻ്റെ ശക്തി മുഴുവനും അതിൻ്റെ തലയിലാണ്. അതിൻ്റെ വാലില്ലെങ്കിലും പാമ്പ് പോകും. അതിൻ്റെ ശരീരം ചതഞ്ഞാലും അത് പോകും. പക്ഷേ തലക്കടിയേറ്റ് കഴിഞ്ഞാൽ ആ പാമ്പിന് മുൻപിലേക്ക് പോകാൻ. പാമ്പിൻ്റെ ബുദ്ധി എന്താണെന്നറിയാമോ? അത് മാക്സിമം തലയ്ക്കടി കൊള്ളാതെ ഒഴിഞ്ഞും തിരിഞ്ഞും നിൽക്കും. പലപ്പോഴും വന്നടിക്കാൻ നോക്കിയാലും പാമ്പിൻ്റെ തലയ്ക്കടി കൊള്ളാതെ അത് മാക്സിമം നോക്കും. അതാരെയും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകത്തില്ല. അത് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോകും. പാമ്പിൻ്റെ പ്രത്യേകത തന്നെ, നീ പോയി ചവിട്ടിയാൽ ചിലപ്പോൾ അവിടെ നിൽക്കും. നീ പോയി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ അടുക്കലേക്ക് കടന്നു വരും. പക്ഷേ അത് മാക്സിമം ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. വിശ്വാസിയെ മാക്സിമം ഒഴിയണം. മാക്സിമം പ്രശ്നം ഉണ്ടാക്കരുത്. നീ എല്ലായിടത്തും ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോകണം. നിനക്ക് ശക്തി ഉണ്ടായിരിക്കാം, വിഷം ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം, ആക്രമിക്കാനുള്ള ബലമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ മാക്സിമം നീ ഒഴിച്ചൊഴിച്ചു പോകണം. ഈ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് ജയിച്ച നമ്മുടെ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ അപ്പോൾ ലാക്കിലേക്ക് ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ദൈവസഭ മുമ്പിലേക്ക് കടന്നു പോകേണ്ടത്. യോഹന്നാൻ എഴുതിയ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടിയാകുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, ശ്രദ്ധിക്കണമേ, കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനോടും ആയിരിക്കുന്നു. ഇവിടെ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മ ഏത്? പിതാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിനോടും പുത്രനോടും അവൻ്റെ കൂട്ടായ്മ. അപ്പോൾ ദൈവസഭയ്ക്ക് ഒരു കൂട്ടായ്മ ബന്ധമുണ്ട്. അതെവിടെ? ഞാനും നിങ്ങളും മാത്രമല്ല, അവിടെ പിതാവുണ്ട്, അവിടെ പുത്രനുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയുള്ളൊരു ഫെലോഷിപ്പ്. ഏദൻ തോട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്തിൽ ആദ്യം ദൈവജനത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്തിൽ ആദാമിനെയും ഹൗവായെയും ദൈവം സൃഷ്ടിച്ചിട്ട് അവർക്ക് കൊടുത്തത് കൂട്ടായ്മ. സന്ധ്യാസമയമാകുമ്പോൾ ദൈവം വരും. അതാണ് ഈ സന്ധ്യ പ്രാർത്ഥന ഇപ്പോഴും. പക്ഷേ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് രാവിലെയുള്ള പ്രാർത്ഥന. അതേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചിലത് 12 മണിക്ക് വരും, ചിലത് 2 മണിക്ക് വരും, ചിലത് 9 മണിക്ക് വരും, ചിലത് 7 മണിക്ക് വരും. പല സമയത്തിലായിരിക്കും വൈകുന്നത്. മനുഷ്യൻ തിരക്ക് പിടിച്ച ജീവിതമാണ്. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഇത്രയും തിരക്കില്ലാത്തത് കൊണ്ട് ദൈവസന്ധ്യാസമയത്തൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആദാമും ഹവ്വായും രാവിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഇരിക്കും, അവരുടെ ആ തോട്ടത്തിനകത്ത്. അപ്പോൾ ദൈവം അവിടേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇന്നെന്താണ് കറി വെച്ചത്? പയറ് കറിയാണോ, പരിപ്പ് കറിയാണോ, ചോറ് വെച്ചോ, മീൻ വെച്ചോ, കാര്യങ്ങളുണ്ട്. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ എന്ത് കഴിച്ചു, എങ്ങനെയുണ്ട്, കാര്യത്തിലുണ്ട്, പിന്നെ എങ്ങനെ തോട്ടത്തിൽ എങ്ങനെയുണ്ട്, തോട്ടത്തിൽ ഫ്രൂട്ട്സൊക്കെ നല്ലാത്തിട്ടുണ്ടോ, വെള്ളമുണ്ടല്ലോ, പീശോൻ നദി ഒഴുകുന്നുണ്ടല്ലോ, ഹിദേക്കയിലുണ്ടല്ലോ, പൊന്നുണ്ട്, ഗുൽഗുലമുണ്ട്, ഗോതമ്പുണ്ട്, ഇതൊക്കെ കണ്ടല്ലോ അല്ലേ, കുഴപ്പമില്ലല്ലോ, എല്ലാം സൂക്ഷിച്ചേക്കോ എന്ന് കുറേ കാര്യങ്ങളും സംസാരിച്ച് ഇവരിയ്ക്കും. അപ്പോഴാണ് ആ കൂട്ടത്തിൽ മറ്റൊരാൾ കടന്നു വന്ന, അവൻ്റെ പേര് പിശാച്. ആ സാത്താൻ അതിനകത്തേക്ക് കടന്നു വന്ന്, ആ പിശാച് അതിനകത്തേക്ക് കടന്നു വന്ന് അവരെ തെറ്റിച്ചു, കൂട്ടായ്മയെ ഭിന്നിപ്പിച്ചു, കൂട്ടായ്മയെ നശിപ്പിച്ചു കളഞ്ഞു, കൂട്ടായ്മയെ തകർത്തു കളഞ്ഞു. ആമേൻ. ദൈവവും അവരും തമ്മിലുള്ള സന്ധ്യാസമയത്തിലുള്ള കൂടിവരവ് നശിച്ചു. സുഹൃത്തെ, പിശാചിൻ്റെ ജോലി കൂട്ടായ്മയിൽ നിന്ന് നിന്നെ തെറ്റിക്കുക എന്നുള്ളത്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് കൂട്ടായ്മ പോകാതിരിപ്പാൻ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ പുത്രനായ യേശു ക്രിസ്തുവിന് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകണം. ഇതൊന്ന് കൈയടിച്ചു ദൈവത്തിന് സ്വതന്ത്രം പറ. ദൈവം നമുക്കൊരു കൂട്ടായ്മ തന്നെ ഓർത്ത് ഹല്ലേലൂയ. വല്ലപ്പോഴുമൊക്കെ നമ്മൾ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. ദൈവം നമുക്കൊരു കൂട്ടായ്മ, മനോഹരമായ ഒരു ഷെഡ് തന്നു, മനോഹരമായിട്ടുള്ള ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇത് ചെറുതായിട്ട് കാണരുത്. ഒരു മനുഷ്യൻ്റെ മനുഷ്യായുസ് മുഴുവനും അതേ കഷ്ടപ്പാടോടും ബുദ്ധിമുട്ടോടും പ്രയാസത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണയുള്ളതോടുകൂടി നിന്നപ്പോൾ ദൈവം നമുക്ക് തന്ന വലിയൊരു ദാനമായിട്ട് നമ്മളിതിനെ കാണണം. ഇത് നമ്മുടെ പലരുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ്. നിനക്കൊരു വീടില്ല എങ്കിൽ, നിനക്കൊരു കുടുംബമില്ല എങ്കിൽ, നിനക്ക് കുറേ സാമ്പത്തികമില്ല എങ്കിൽ, നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് നീ വളരും. ആ കൂട്ടായ്മയിലൂടെ നീ
ആത്മീകമായി വളരും. ആ കൂട്ടായ്മയിലൂടെ നീ ലക്ഷ്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിന് നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ എത്രത്തോളം നമ്മൾ പ്രാതിനിധ്യം കൊടുത്തുപോ, അതുപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്ന കൂട്ടായ്മയെ അന്യന്റെ കൂട്ടായ്മയായിട്ട് കാണരുത്. നിങ്ങൾ ആരാധിക്കുന്ന കൂട്ടായ്മയെ മറ്റൊന്നായിട്ട് നിങ്ങൾ കാണരുത്. അതെൻ്റെ അനുഗ്രഹത്തിന്റെ ബേസാണ്, അതെൻ്റെ ഉയർച്ചയുടെ ബേസാണ്. എൻ്റെ കർത്താവ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമേൻ, ഇത് ചെറുതായിട്ട് കാണരുത്. ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ക്രിസ്തുവിനോട് കൂടെയുള്ള ആ ഒരു കൂട്ടായ്മയെ ശത്രുശക്തികൾ പ്രാരംഭത്തിലേക്ക് നശിപ്പിച്ചു. ആ നശിപ്പിച്ച അനുഭവത്തോടുകൂടി മനുഷ്യൽ കഷ്ടത ആരംഭിച്ചു. എങ്കിലും പുത്രനായിരിക്കുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കപ്പെടുമ്പോൾ ആ കൂട്ടായ്മയെ വീണ്ടും പുനഃസ്ഥാപിച്ചു. ആ കൂട്ടായ്മയുടെ മധ്യത്താണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ കൂട്ടായ്മയിൽ വർഷങ്ങളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നു, പക്ഷെ എങ്കിലും ഇതുവരെ ശരിയായില്ലല്ലോ, ചിലതൊക്കെ ശരിയാകാനുണ്ടല്ലോ. ദൈവത്തിനറിയാം. നിങ്ങൾ ഹാഗറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തിൽ ഹാഗറിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ആരാണ് ഹാഗർ? ചിലർക്ക് അറിയത്തില്ല. അബ്രഹാമിന് വാഗ്ദത്വ സമയത്തിന് പൈതൽ ലഭിച്ചില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായിരിക്കുന്ന സാറയുടെ തലയിൽ ഒരു ബുദ്ധി വന്നു, ചേട്ടാ നമുക്കിപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ സ്വത്രം ഒരു വിവാഹം കൂടെ അങ്ങോട്ട് കഴിക്ക്, നമുക്കതിൽ നിന്നൊരു കൊച്ചിനെ എടുക്കാം, ആ കുഞ്ഞിനെ എടുത്ത് നമുക്ക് വളർത്താം എന്നുള്ളത് ഞാൻ അവിടെ നിർത്തട്ടെ. ഹാഗർ അങ്ങനെ ആമീൻ അബ്രഹാമിനൊരു കുഞ്ഞിനെ ജനിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിന് അപ്പുറമായിട്ടുള്ള മാനുഷിക തീരുമാനമാകൊണ്ട്, മനുഷ്യൻ്റേതായിട്ടുള്ള ഇഷ്ടമാകൊണ്ട് തന്നെ ദൈവം അതിനെ പ്രൊമോട്ട് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ദൈവം അവരെ കളഞ്ഞിട്ടില്ല. അവരുടെ ഫാമിലിക്കകത്ത് അതൊരു പ്രൊമോട്ട് ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചതേ ഇല്ല. സ്വത്രം എന്താ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനകത്ത് ചില അസ്വസ്ഥതകൾ കടന്നു വന്നു. ദൈവഹിതമില്ലാത്ത ചില പ്രവൃത്തികൾ നിങ്ങളുടെ വീട്ടിനകത്ത് കടന്നു വരപ്പെടുമ്പോൾ അതിനകത്ത് ക്ലാഷ് ഉണ്ടാകും. അത് സ്വത്രം അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ഒരു കുടുംബ കലഹം തുടങ്ങി. ഞാൻ പറയട്ടെ, പുറത്ത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ഇവരൊരു ദൈവദാസനാണല്ലോ, അല്ലെങ്കിൽ ഇവളൊരു ദൈവദാസിയാണല്ലോ, ഇവർ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരാണല്ലോ, കൂട്ടായ്മയ്ക്ക് പോകുന്നവരാണല്ലോ, ഇവരെല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരല്ലോ, കുടുംബ പ്രാർത്ഥനയുണ്ടല്ലോ. ഈ കുടുംബത്തിനകത്ത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ഉരസല്, അവിടെ ഒരു അമക്കം പറച്ചില്, അവിടെ ഒരു അടക്കം പറച്ചില് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇല്ല, ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും നിന്റെ വീട്ടിനകത്ത് ആരംഭിക്കുമ്പോൾ തന്നെ നീ മനസ്സിലാക്കണം, അവിടെ ഉരച്ചിൽ ആരംഭിക്കുക. ഇന്ന് പകൽ സമയത്തിൽ ദൂതായിട്ട് പരിശുദ്ധാത്മാവ് ചിലരോട് വിളിച്ചു പറയുകയാണ്, ആമേൻ, അടക്കം പറയാൻ തുടങ്ങിയതിന്റെ പിന്നിലെ കാരണം കണ്ടുപിടിക്കണം, അതിനെ ശാസിച്ചമർത്തണം. എന്തുകൊണ്ട് നിന്റെ വീട്ടിനകത്ത് അസ്വസ്ഥതകൾ ആരംഭിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് ഞെരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു? ആമേൻ, ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും പ്രവർത്തികൾ ആ വീട്ടിനകത്ത് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ശാസിച്ചു മാറ്റണം. ഉടനടി തന്നെ അവർക്ക് മുമ്പിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള അനുഭവത്തിൽ വന്നപ്പോൾ ഹാഗറിനെ കൂടാരത്തിൽ നിന്ന് വെളിയിലാക്കുന്നു. ഹാഗറിനെ വെളിയിലാക്കുന്ന സമയത്തിൽ കയ്യിലൊരു കുഞ്ഞുണ്ട്, അബ്രഹാമിൻ്റെ കുഞ്ഞാണ്. ആമേൻ, രണ്ടാം ജാതിയായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം വർദ്ധിപ്പിച്ചത്. ദൈവം ഉപേക്ഷിച്ചതെന്നില്ല, ദൈവം കൂടെയുണ്ട് ആ കുഞ്ഞിൻ്റെ കൂടെ. സ്വത്രം വേലക്കാരത്തിയിൽ അല്ലെങ്കിൽ ഹാഗറിൽ ഉണ്ടായെന്ന് വെച്ചുകൊണ്ട് ദൈവം ഉപേക്ഷിച്ചില്ല. അബ്രഹാം ഉപേക്ഷിച്ചു എന്ന് വെച്ചുകൊണ്ട് ദൈവം ഉപേക്ഷിച്ചതേ ഇല്ല. സാറ ഉപേക്ഷിച്ചുവെങ്കിലും ദൈവം ഉപേക്ഷിച്ചതേ ഇല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ദൈവം പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ പറ്റത്തില്ല, ഇറങ്ങ എന്ന് പറഞ്ഞിറങ്ങിയ സമയത്തിൽ കയ്യിലൊരു കുഞ്ഞ്, ഒരു തുരുത്തി വെള്ളം, അല്പം കഴിക്കാനായിട്ടുള്ള ഭക്ഷണം, അപ്പവും, ഒരു തുരുത്തി വെള്ളവും ഒരൽപ്പവും, ആമേ, ഒരൽപ്പം അപ്പവും കൊടുത്ത് അവർ വീട്ടിൽ നിന്ന് വെടിച്ചിറങ്ങുന്നു. ഇപ്പോൾ അതാ ഒരു കുഞ്ഞ്, ഒരു അല്പം കുടിവെള്ളം, സ്വത്രം അല്പം ഭക്ഷണം ആയിട്ട് പോവുകയാണ്. നടന്നു, മാക്സിമം അവൾ നടന്ന് ആമേ ബർഷേബ വരെ അതേ അവൾ കടന്നു ചെന്നു. അവിടെ എത്തിയപ്പോൾ അവൾ ക്ഷീണിച്ചു. നോക്കിയപ്പോൾ ഭക്ഷണം മുഴുവനും തീർന്നു. ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതും കുടിച്ചു. അവൾ വെയിറ്റ് ചെയ്തു. ഇനി കുഞ്ഞിതാ വെള്ളത്തിന് കിടന്ന് വിളിക്കുക, വെള്ളം വെള്ളം വെള്ളം, ദാഹിക്കുന്നു. മരുഭൂമിയിൽ കുഞ്ഞ് കിടന്ന് മരണവെപ്രാളപ്പെടും. ആമേൻ. അമ്മ ഹാഗർ പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ വെള്ളം കിട്ടാതെയുള്ള മരണം എനിക്ക് കാണാൻ വയ്യ. ഒരമ്പിൻപാട് ദൂരത്തിൽ കുട്ടിയെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം ദൂരത്ത് മാറി നിന്ന് അവൾ കരയാൻ തുടങ്ങി. കുഞ്ഞ് കിടന്ന് വെപ്രാളപ്പെട്ട് കരയുകയാണ്. ഹാഗറിൻ്റെ കരച്ചിൽ ദൈവം കേട്ടില്ല എങ്കിലും ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ആമേൻ, നിന്റെ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം.
ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തുരുത്തി വെള്ളം കൂടെ കൊടുത്തുകൂടായിരുന്നു? ഒരു തുരുത്തി വെള്ളം കൂടെ കൊടുത്തുകൂടായിരുന്നു? അബ്രഹാമിൻ്റെ വീട്ടിൽ മല്ലന്മാർ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റീസിനെ നോക്കിക്കഴിഞ്ഞാൽ 318 എണ്ണം ഉണ്ട്. അത്രയും വലിയ കുടുംബമാണ്. അത്രയും വലിയ കുടുംബമാണ്. അത്രയും വലിയ കുടുംബത്തിൽ ഒരു തുരുത്തി വെള്ളം മാത്രം, ഒരു തുരുത്തിയേ ഉള്ളൂ. ഞങ്ങളൊക്കെ മിഷൻ ചെയ്യണമെങ്കിൽ ഉൾഗ്രാമത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ വെള്ളം കിട്ടാത്ത സ്ഥലത്തിലേക്ക് പോകുമ്പോൾ വെള്ളം എല്ലാം സ്റ്റോക്ക് ചെയ്യും. പിന്നെയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ലോഡൊക്കെ കുറച്ചത്. വണ്ടിയിൽ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വഴിയിൽ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ കാലഘട്ടത്തിൽ വണ്ടിയുടെ മേളിൽ ടാങ്ക് വരെ വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച കാലമുണ്ട്. നമ്മളെല്ലാം കരുതിയേ പോകത്തുള്ളൂ ഒരു യാത്ര എന്ന് പറയുമ്പോൾ. ഇവിടെ അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരുപാട് തുരുത്തികളുണ്ട്. പക്ഷെ ഒരു തുരുത്തിയെ ആഗറിന് കിട്ടിയുള്ളൂ. 100 കണക്കിന് തുരുത്തികളുണ്ടായിരുന്നിട്ട് ഒരു തുരുത്തിയും കൂടെ കൊടുക്കായിരുന്നു. ഭക്ഷണം വേണ്ട, ഇച്ചിരി കൂടെ വെള്ളം കൊടുക്കുക. പക്ഷെ ദൈവം കൊടുത്തില്ല. ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും നിനക്ക് ഒരു തുരുത്തിയെ കിട്ടിയുള്ളൂ. ഒരുപാട് അവസരങ്ങൾ കിട്ടി, മറ്റുള്ളവർക്ക് ഒരുപാട് കിട്ടി, പക്ഷെ നിനക്കൊന്നേ കിട്ടിയുള്ളൂ. അയൽക്കൂട്ടത്തിന് പോയപ്പോഴും, തൊഴിലുറപ്പിന് പോയപ്പോഴും, പഞ്ചായത്തിൽ പോയപ്പോഴും, ബാങ്കിൽ ലോണിന് പോയപ്പോഴും, മറ്റ് പല കാര്യങ്ങൾക്ക് പോയപ്പോഴും നിന്നെ മാറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹാഗറാക്കി നിന്നെ നിർത്തിയിരിക്കുകയാണ്. നിനക്കൊരു തുരുത്തി വെള്ളമേ കിട്ടിയുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതങ്ങ് തീർന്നു. എന്തിനായിരിക്കും ദൈവം ഒന്നിലധികം തുരുത്തി കൊടുക്കുന്നതിന് പകരം ഒരു തുരുത്തി കൊടുത്തത്? എന്തുകൊണ്ടായിരിക്കും അത് വേഗത്തിൽ അത് തീർന്നു പോകാനായിട്ടുള്ള കാരണമായി തീർന്നത്? ഇവിടെ ഇതാ ഇവൾക്ക് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവനും ഇവളുടെ പക്കൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇവളും പറയും, അബ്രഹാമും പറയും, കുഞ്ഞും പറയും, ഇന്നിവിടെ ഞാൻ പ്രസംഗിക്കുമ്പോഴും പറയും, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കൊണ്ടുപോകേണ്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കരുതിയിരുന്നത് കൊണ്ട് അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് എത്തേണ്ടിടത്ത് എത്തി. അല്ലാണ്ട് ചെറിയൊരു വാട്ടർ ബോട്ടിലും കൊണ്ട് ഇറങ്ങിയിട്ടാണ് ഈ വഴി കിടന്ന് ഈ പ്രശ്നം അത്ര ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. അവളുടെ കരുതൽ കൊണ്ടാണ് അത് എത്തിയെന്ന് പറയാം. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടമില്ല. നിന്റെ കരുതൽ, നിൻ്റേതായിട്ടുള്ള നിന്റെ കരുതൽ, നിന്റെ കഴിവ്, നിന്റെ ബുദ്ധി അതുപയോഗിച്ച് നീ ലക്ഷ്യത്തിലെത്തി എന്ന് പറയുന്നത് ദൈവത്തിനത് കേൾക്കാൻ ഇഷ്ടമില്ല. ദൈവത്തിന് ഇഷ്ടം എന്താണെന്നറിയാവോ? വഴിയിൽ വെച്ച് നിന്റെ തുരുത്തിയിലെ വെള്ളം തീരണ, ഇനി ഞാൻ മരണത്തിൻ്റെ വക്ക് വരെ ചെന്നെത്തി, ഞാൻ പൊട്ടി പാളീസായി കിടക്കുകയാണ്, ഞാൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്, ഇനി മരണം മാത്രമാണ് എൻ്റെ കൺമുമ്പിലുള്ളത് എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കണം. എന്നിട്ട് മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത ഒരു ഉറവ വേഗത്തിൽ പൊട്ടി മുളച്ച് ഹല്ലേലൂയ ആ മരുഭൂമിയുടെ മധ്യത്തിൽ വന്ന് നീ വേഗത്തിൽ ഓടിച്ചെന്ന് കുടിപ്പിക്കുന്ന സമയത്ത് നീ പറയും, ദൈവം എനിക്ക് വേണ്ടി തുറന്ന വഴി. ഇത് കേൾക്കാൻ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. സുഹൃത്തേ, നിനക്ക് തുരുത്തി തരാത്തതിന്റെ കാരണമെന്ത്? നിന്റെ തുരുത്തിയുടെ വെള്ളം തീർന്നു പോയതിന് കാരണമെന്ത്? എല്ലാ വഴികളും അടഞ്ഞതിന്റെ പിന്നിലെ കാരണമുണ്ട്. ദൈവം തുറക്കുന്ന വഴി നീ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. ദൈവം നിന്നെ സഹായിച്ച വിധങ്ങള് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാ. ദൈവത്തിന് ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ കഴിവ് കൊണ്ടല്ല നീ ചിലടത്ത് എത്തിയത്. നിന്റെ കഴിവ് കൊണ്ടല്ല നീ ആയിത്തീർന്നത്. നിന്നെ ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് സകലവും നൽകി നിന്നെ അനുഗ്രഹിക്കുവാൻ എനിക്ക് കഴിയോ? പ്രൈസ് ദി ലോർഡ്. സകലവും നൽകി നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയും എന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നിന്നെ തകർത്തത്. നിരാശപ്പെടരുത്. തുരുത്തിയിലെ വെള്ളം തീർന്നോ? കൊച്ചു മരണത്തിൻ്റെ വക്കിൽ കിടക്കുകയാണോ? കൊച്ചിന് കല്യാണം നടക്കുന്നില്ലേ? എത്ര തന്നെ മാട്രിമോണിയിൽ കയറി ഇറങ്ങിയിട്ട് ശരിയല്ലേ? സമ്മതിച്ചു കൂടെ കർത്താവേ, എൻ്റെ കഴിവ് ഉപയോഗിച്ച് പരിപാടികളെല്ലാം നോക്കി കേരള മാട്രിമോണി, നായർ മാട്രിമോണി, ഈഴവാൻ മാട്രിമോണി, ഹന്ന മാട്രിമോണി, ഇങ്ങനെയുള്ള എല്ലാ മാട്രിമോണിയിലും പോയി. ഒരു രക്ഷയില്ല. ആയുധം വെച്ച് കിടങ്ങ് ഇനി ദൈവസന്നിധിയിൽ വന്നിരുന്നത്. കർത്താവേ, നിന്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ പോവുക. നിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പോവുകയാണ്. എന്നിട്ട് മിണ്ടരുത്, ഞാൻ ഇന്നെ മാട്രിമോണി പോയത് കൊണ്ടാണ് അത് ശരിയായെന്ന് നീ ഒരിക്കലും പറയരുത്. എൻ്റെ ദൈവം എൻ്റെ കുട്ടിക്ക് വേണ്ടി, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് വേണ്ടി വഴി തുറന്നതാണ്. നിനക്ക് അപ്രകാരം ആ വിധത്തിൽ നിനക്ക് ആമേൻ പറയുവാനായി കഴിയപ്പെടണം. സുഹൃത്തേ, സ്വതം ദൈവം അവളെ അവൻ തുരുത്തി നിറച്ച് വെള്ളം കൊടുത്തു. ഒരു വറ്റാത്തൊരു ഉറവയും അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തതിൻ്റെ ദൈവപ്രവർത്തിയെ സമൂഹം ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഞാൻ ഓടിയത് അധ്വാനിച്ചത് വെറുതെയല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഓടുന്നെങ്കിൽ വെറുതെ ഓടരുത്. ഓടുന്നെങ്കിൽ
വെറുതെ ഓടരുത്. പൗലോസ് പറയുന്നു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശ്നം. നിങ്ങൾ ഓടുന്ന ഓട്ടം വെറുതെയല്ല, നിങ്ങളുടെ അധ്വാനം വെറുതെയല്ല, നിങ്ങളുടെ കയ്യടി വെറുതെയല്ല, നിങ്ങൾ ഉപവസിച്ചത് വെറുതെയല്ല, നിങ്ങൾ കരഞ്ഞത് വെറുതെയല്ല, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചത് വെറുതെയല്ല, നിങ്ങൾ ഹീലിംഗ് പ്രേയറിൽ പങ്കെടുത്തത് വെറുതെയല്ല, നിങ്ങൾ ദൈവവേല ചെയ്തത് വെറുതെയല്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം മറുപടിയെ തരും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആമേൻ 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 കാത്തിരിക്കുവാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ കർത്താവ് അത് ചെയ്യും. വെറുതെയാകരുത്, വെറുതെയാകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്. 2 സാമുവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുന്ന സമയങ്ങളിലേക്ക് അതിന് യോവാബ്, എൻ്റെ മകനെ നീ എന്തിനു ഓടുന്നു? ഓട്ടമാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്തിനോടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും ഏതായാലും ഞാൻ ഓടും എന്ന് പറഞ്ഞതിന് എന്നാൽ ഓടിക്കൊള്ളുക എന്നവൻ പറഞ്ഞു. അങ്ങനെ അഹിമാസ് സമഭൂമി വഴിയായി കൂഷ്യനെ കടന്നുപോയി എന്നുള്ളത്. ഒരു അഹിമാസ് ഒരു വെറുതെ ഓട്ടം ഓടുകയല്ല, ഒരു നിയോഗത്തോടുകൂടി ഓടിയും. ആമേൻ. ഒരു നിയോഗമില്ലാതെ ഓടിയതുകളില്ല. അബ്ശലോം മരിച്ചു എന്ന വാർത്ത, ദാവീദിന്റെ മകനായിരിക്കുന്ന അബ്ശലോം, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, മരിച്ചു. ഈ വാർത്ത ദാവീദിനെ അറിയിക്കണം, അപ്പനെ അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് സ്തോത്രം ഇവർ എന്ത് ചെയ്യണം എന്നറിയപ്പെടാതെ വണ്ണം തന്നെ ഈ വാർത്തയെ ചെന്നറിയുക. 2 പേർ തീരുമാനം, ഒന്ന് അഹിമാസും മറ്റൊന്ന് കൂഷ്യനും, 2 പേരും ആമേൻ ഇതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അപ്പോഴാണ് സ്തോത്രം ആമേൻ യോവാബ് പറഞ്ഞത്, നല്ല വാർത്തയല്ല, ചെന്നറിയിക്കരുത്. ദാവീദ് സങ്കടപ്പെടും, ദാവീദ് ആമേൻ തിരിച്ചടിക്കും, ദാവീദ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. ആമേൻ അബ്ശലോം ദാവീദുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം ഞാൻ പോകുന്നില്ല. പക്ഷെ എങ്കിലും യോവാബ് നന്നായിട്ട് പറഞ്ഞു, നല്ല വാർത്തയാണെങ്കിൽ ചെന്ന് പറയാം. നീ ഓടുന്നുവെങ്കിൽ അതിന് ഫലം കിട്ടണം, വെറുതെ ഓടരുത്. പക്ഷെ 2 പേരും ഓടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. കൂഷ്യൻ അവൻ ഈ വാർത്ത ദാവീദിന്റെ അടുക്കൽ അറിയിക്കുവാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല, അവൻ ഓട്ടത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഇവിടെ അവൻ തീരുമാനത്തോടുകൂടി സ്വത്രം സമർപ്പിക്കപ്പെട്ടതിൻ്റെ അഹിമാസ് സമർപ്പിച്ചതിൻ്റെ മധ്യത്തിൽ അഹിമാസ് പറഞ്ഞു, ഞാൻ ഓടും. എന്തിനാണെന്നറിയോ? ദാവീദ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്ത് യുദ്ധക്കളത്തിൽ നടന്നാലും A മുതൽ Z വരെ എൻ്റെ അടുക്കൽ വന്ന് പറയണം. വേണമെങ്കിൽ യോവാബിന് ചോദിക്കാമായിരുന്നു, അഹിമാസേ, ദാവീദ് പ്രവാചകനല്ലേ, എല്ലാം പ്രാർത്ഥിച്ച് മനസ്സിലാക്കിക്കോട്ടെ. ദാവീദ് രാജാവല്ലേ, എല്ലാം മനസ്സിലാക്കിക്കൊള്ളട്ടെ. അവൻ വലിയ പുള്ളിയല്ലേ, അറിയട്ടെ. ഇല്ല, ദാവീദിന് വേണ്ടിയിട്ട് ദൈവം ആമേൻ വേർതിരിച്ച ഒരു അഹിമാസ് ഉണ്ടായിരുന്നു. പടക്കളത്തിൽ യുദ്ധക്കളത്തിൽ എന്ത് നടന്നാലും അറിയിക്കണം, ഞാൻ ഓടുന്നത് വെറുതെയല്ല, എൻ്റെ ദൗത്യമാണ്. നടത്തിപ്പുകാരൻ്റെ അടുക്കൽ ചില വാർത്തകൾ കൊണ്ട് എത്തിക്കണമെന്നുള്ളത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ ഓട്ടക്കളത്തിൽ ഞാൻ ഓടാൻ നിൽക്കുന്ന സമയത്തിലേക്ക് യുദ്ധത്തിൽ ഞങ്ങൾ പട്ടുപോകാതിരിപ്പാൻ, യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റുപോകാതിരിപ്പാൻ, യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടുന്ന കാര്യം അറിയിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അഹിമാസ് ഓടിയതെങ്കിൽ ഈ ഓട്ടത്തിന്റെ ആവശ്യകത ഇത് ഓടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നീ വിരുദ്ധനായിട്ട് ഓടുന്ന സമയത്തിൽ എല്ലാവരും ഒരേ ജോലിയല്ല ചെയ്യുന്നത്. പലരെയും ദൈവം പല വിധത്തിലേക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് ആമേൻ വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി യോശുവയുടെ കാലഘട്ടത്തിൽ തന്നെ രാഹാബ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ, ഒരു വേശ്യാസ്ത്രീയെ ദൈവം അനുഗ്രഹിച്ചാക്കി വെച്ചു. അവളുടെ ജോലി മറ്റൊന്നുമല്ല, ഈ ദൈവദാസന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആമീൻ. അവിടെ ഒറ്റുകാരായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് അഭയം കൊടുക്കുക. എന്നാൽ 2 ഒറ്റുകാരവിടെ കടന്നു വന്നപ്പോൾ അവിടെയുള്ള വിശേഷങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളത് സഭയെ കൊലയ്ക്കുവാൻ, സഭയെ തകർക്കുവാൻ, സഭയ്ക്ക് വിപരീതമായിട്ടുള്ള പിശാചിന്റെ സ്വാധീനങ്ങൾ നടക്കുന്ന സമയത്തിലേക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ആകയാൽ നീ വെറുതെയല്ല ഈ ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ഓട്ടത്തിന്റെ പിന്നില് ഒരു പ്രത്യേക ദൗത്യമുണ്ട്. ആമീൻ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നീ ഓടുന്നത്. ആമീൻ. വെറുതെ അല്ല ഓടുന്ന സുഹൃത്തെ. ആമേ ക്രിസ്തു യേശുവിന്റെ ആമേ പരമവിളിയുടെ ലാക്കിലേക്ക് നീ ഓടുന്ന സമയത്തിലേക്ക് ഈ ഓട്ടത്തിന്റെ പിന്നില് വെറുതെയല്ല. പൗലോസ് പറഞ്ഞു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിട്ടില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ ഉണ്ടാകും. ഞാൻ ഓടുന്നത് വെറുതെയല്ല. ഓടുന്നത് ദാവീദ് വിജയിക്കണമെങ്കിൽ ദാവീദിനെ അറിയിക്കണം. ഈ മരണം ദാവീദിനെ അറിയിക്കണം. അതെങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് എനിക്ക് വിഷയമല്ല.
പക്ഷെ അതെൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഈ യുദ്ധത്തിൽ ദൈവജനം ജയിക്കണമെന്നുള്ളത്, ഈ യുദ്ധത്തിൽ ദൈവസഭ വിജയിക്കണമെന്നുള്ളത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാകൊണ്ട് തന്നെ ആമീൻ ആ വാർത്ത ഞാൻ അറിയിക്കും എന്നുള്ളതിനെ കുറിച്ച് ആ വെറുതെയുള്ള ഓട്ടമായിരുന്നില്ല. ആ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ കൂശ്യനെ വഴിയിൽ വെച്ചത് സമഭൂമിയായ വഴി കൂശ്യനെ കടന്നുപോയി. അഹിമാസിൻ്റെ ഓട്ടം നിയോഗത്തോടുകൂടി ഓട്ടമാകുന്നത് കൂശ്യൻ അവൻ്റെ പുറകിലായി. നമ്മൾ ചിലയിടത്തിൽ ഓടുമ്പോൾ നമ്മൾ വിജയിക്കും. കൂശ്യന്മാർ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അഹിമാസ് ലക്ഷ്യത്തോടുകൂടി ഓടിയപ്പോൾ അവനെ ഓവർകം ചെയ്തു. സുഹൃത്തെ, നീ വിജയിച്ചത് ലക്ഷ്യമുള്ള ഓട്ടമുള്ളത് കൊണ്ടാണ്. ലക്ഷ്യമുള്ള ഓട്ടമുള്ളത് കൊണ്ടാണ്. നീ ഒരു നിയോഗത്താൽ ഓടിയത് കൊണ്ടാണ് നീ വിജയിച്ചത്. നിന്റെ മേൽ ദൈവത്തിന്റെ ചില നിയോഗം കിടപ്പുണ്ട്. ഈ നിയോഗം ഉള്ളിടത്തുകൊണ്ട് കാലം നീ ജയിക്കും. വേണമെങ്കിൽ നിനക്ക് പറയാം, എൻ്റെ തലയാണ്, എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതലേ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ്. അങ്ങനെയൊന്നും പറയരുത്. നിന്നെ ദൈവം പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് നീ ജയിക്കുന്നത്. ദൈവം നിന്നെ അധികാരപ്പെടുത്തിയത് കൊണ്ടാണ് നീ ജയിക്കുന്നത്. നീ കൂശ്യനെ ഓടി ജയിച്ചതിൻ്റെ പിന്നിലൊന്നുണ്ടല്ലോ, നീ നിയോഗിക്കപ്പെട്ടവനാ. ചില വാർത്തകൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടിയിട്ട്, യുദ്ധത്തിൽ ദൈവജനം ജയിക്കുവാൻ വേണ്ടി, പിശാചിൻ്റെ സകലവിധ കുതന്ത്രങ്ങളെ പൊളിച്ചെടുക്കുവാൻ വേണ്ടി, പിശാചിൻ്റെ സകലവിധ തന്ത്രങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ മക്കളെ ചിലരെ ഓട്ടക്കളത്തിൽ ഓടുവാനും ചില മരണവാർത്ത ഉൾപ്പെടെയുള്ള വാർത്തകൾ അറിയിക്കുവാനും ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വത്ര അയൽവക്കത്തിൽ നിന്റെ കൂടെ വന്ന് ആരാധിക്കാൻ കടന്നു വന്ന ഭവനത്തിനകത്തൊരു മരണം വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് വിളിക്കണത് എന്തിനാണ്? ഷാജി ബ്രദറിന് 10-60 സ്റ്റാഫുകളുണ്ട്, അല്ലെങ്കിൽ 10-60 ദൈവവേലക്കാരുണ്ട്. എല്ലാ ഏരിയകളിലും ആമേ വണ്ടിയും കൊടുത്ത് വലിയ പുള്ളികളെ വിട്ടിട്ടുണ്ട്. 24 മണിക്കൂർ ഫോൺ എടുക്കാൻ കുറേ പുള്ളികൾ ഇരിപ്പുണ്ട്. എല്ലാവരും ഉണ്ട്. അവരൊക്കെ അങ്ങ് ചെയ്യട്ടെ, എനിക്കെന്ത് ഇല്ല. നിന്നെ ഓട്ടക്കളത്തിൽ നിന്നെ ദൈവം ആക്കി വച്ചിരിക്കപ്പെടുമ്പോൾ, നീ ലക്ഷ്യമുള്ളവരോട് ആയിരിക്കപ്പെടുമ്പോൾ തന്നെ നിന്റെ ഓട്ടം വെറുതെയല്ല, അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നീ അറിയിക്കേണ്ടത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം. അല്ലല്ലേ സോൾവ് ചെയ്യേണ്ട വിഷയങ്ങൾ ചിലയിടത്ത് സോൾവ് ചെയ്യണം. 10 പേര് നിന്റെ അടുക്കൽ വന്ന് പരാതി പറയപ്പെടുമ്പോൾ നീ അതിനോടൊപ്പം ശരി തന്നെ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല, നീ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഞാൻ വിളിച്ചിട്ട് വന്നില്ല, ഞാൻ വിളിച്ചിട്ട് ആരും വന്നില്ല. അപ്പോൾ നീ പറയണ ഇതൊരു ആമേൻ 100 പേരോ 200 പേരോ നടങ്ങുന്ന കൂട്ടായ്മ അല്ലല്ലോ. വാമി വൈഡായിട്ടുള്ളതാണ്. ചിലത് നമ്മളെ അറിയിച്ച് കാണത്തില്ല, ചിലടത്ത് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റി കാണത്തില്ല. നമ്മൾ ക്ഷമിക്കുക, നമ്മളതിന് വലിയ കാര്യമായിട്ട് എടുക്കരുത്. ചിലതൊക്കെ ശാസനകൾക്ക് നമ്മൾ ശാസനയെ നമ്മൾ ഏറ്റെടുക്കണം. ചില കാര്യങ്ങളെ 2 കൈ കണ്ട് നമ്മൾ സ്വീകരിക്കണം. അവരെ ഉത്സാഹിപ്പിക്കണം, അവരെ ഉറപ്പിക്കണം. പിശാച് അവരെ പിഴുതെറിയുവാൻ ശ്രമിക്കുമ്പോൾ, പിശാച് അവരെ നിരാശപ്പെടുത്തി അവരെ കൂട്ടായ്മയിൽ നിന്ന് ദൈവസഭയിൽ നിന്ന് പറിച്ചെറിയാൻ നോക്കുമ്പോൾ നീ അതിനോടൊപ്പം തലയാട്ടി നിൽക്കുകയല്ല. നീ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ആമേ. നീ കൂശ്യനെ ജയിക്കാനുള്ള വ്യക്തിയാണ്. നീ ചില ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട വ്യക്തിയാണ് എങ്കിൽ ആമേൻ ഈ ഓട്ടം വെറുതെ ഓടുന്ന വ്യക്തിയല്ല. ഈ ഓട്ടത്തിന്റെ പിന്നിൽ നിന്റെ മേലൊരു പോസ്റ്റിംഗ് ഉണ്ട്. ആ പോസ്റ്റിംഗിന്റെ മധ്യത്തിലേക്ക് ആമേൻ സഭ ജയിക്കണം. സഭ തോൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ദൈവജനം തോൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ജയിക്കണമെങ്കിൽ ആമേൻ പോസ്റ്റ് ചെയ്തവർ ആ വിശ്വസ്തയോടെ പ്രവർത്തിക്കണം. സ്വതം യോവേൽ പറഞ്ഞു, അഭിമാസേ പോണ്ട, നല്ല വാർത്തയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ പറ്റത്തില്ല. ഇല്ല, എങ്ങനെ പ്രതികരിക്കാലും ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കണമെങ്കിൽ എനിക്ക് വേറെ ജോലിയും ഒന്നുമല്ല. ഈ യുദ്ധക്കളത്തിൽ നടക്കുന്ന സകല കാര്യാദികളെ ദാവീദിനെ അറിയിക്കണം. ദാവീദിനെ പ്രതിവിധികൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് വിജയത്തിൻ്റെതായിട്ടുള്ള ഓരോ മേഖലകൾ അദ്ദേഹം ആസൂത്രണം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും അറിയിക്കണം. ഒരു നിയോഗത്തളവത്ത ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നിയോഗത്തോടുകൂടിയുള്ള ഓട്ടമാണ്. ചിലരെ ഉത്സാഹിപ്പിക്കൽ നിയോഗത്തോടുകൂടിയ യാത്രയാണ്. ചിലരെ വണ്ടിയിലൊന്ന് കയറ്റി പള്ളി കൊണ്ടുവരിക നിയോഗത്തോടുകൂടി നിന്റെ ജോലിയുടെ ഭാഗമായിരിക്കുന്ന സുഹൃത്തുക്കളെ. ചിലരെ അവൻ ക്ഷീണിച്ചു വരുന്നവരെ ഉത്സാഹിപ്പിച്ച് നിർത്തുക. പിന്മാറ്റത്തിൽ പോകുന്നവരെ ഒരല്പസമയം അവരെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ ദൈവസഭ മറന്നു പോകുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്തിലേക്ക് ദൈവവചനത്തിനകത്ത് ഇപ്രകാരം കാണുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു.
അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. എവിടെയാണ് ചെരുപ്പിട്ടതെന്നും എവിടെയാണ് വസ്ത്രം പുതച്ചു എന്നുള്ളതിനും എവിടെയാണ് ചങ്ങല അഴിഞ്ഞു വീണു എന്നുള്ളതും ഒക്കെ ദൂതൻ വന്നതൊക്കെ നമുക്കറിയാം. കാരാഗ്രഹത്തിനകത്ത് പത്രോസ് അകപ്പെട്ടു പോയി, ബന്ധിച്ചു. ദൈവദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങല വരാതിരുന്നില്ല, ദൈവദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ വരാതിരുന്നില്ല, ദൈവദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ കടന്നു വരാതിരുന്നില്ല. ആമീൻ. ചങ്ങല കടന്നു വന്ന സമയങ്ങളിൽ, ചങ്ങല കടന്നു വന്ന വീണ സമയങ്ങളിൽ എന്താ സംഭവിച്ചു എന്നറിയാവോ? പത്രോസ് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്കറിയാം, ഞാൻ കർത്താവിൻ്റെ വേലയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെയല്ല പ്രസംഗിക്കുന്നത്, ഞാൻ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ചുമ്മാ വലിഞ്ഞു കയറി വന്നേയല്ല, എന്നെ ദൈവം വിളിച്ചതാണ്. ദൈവം എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നിട്ടുണ്ട്, എനിക്ക് ദൈവം ലൈസൻസ് തന്നിട്ടുണ്ട്. യുവമാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ കിടന്നാലും ദൈവം വരും, എന്നെ തേടി എൻ്റെ കർത്താവ് വരും. അഥവാ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ എത്തേണ്ടടുത്ത് വേഗത്തിൽ ചെന്നെത്തും അന്ന് പറഞ്ഞ് സുഖമായിട്ട് പടയാളികളുടെ ഇടയിൽ കിടന്ന് അമ്മ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളി സുഖമായി കിടന്നുറങ്ങുകയാണ്. സമാധാനം. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉറക്കം കിട്ടുന്നത് സ്തോത്രം പറയണം, ദൈവാനുഗ്രഹമുള്ളവർക്കാണ്. കടബാധ്യത മധ്യത്തിൽ നീ സുഖമായി കിടന്നുറങ്ങുന്നത്. ആമേൻ. ആശുപത്രിയിൽ മരണത്തിനും ജീവന് വേണ്ടി നിന്റെ വീട്ടുകാർ കേണപേക്ഷിച്ചപ്പോൾ നിനക്ക് സുഖമായിട്ട് ഉറക്കം കിട്ടിയത് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ശരി, അവൻ സുഖമായി കിടന്നുറങ്ങിയ സമയത്തിൽ ദൈവത്തിൻ്റെ ദൂതനെ അവൻ പ്രതീക്ഷിച്ചതുപോലെ ദൈവം പറഞ്ഞു, ഡേ നമ്മളെ പത്രോസിനെ അവന്മാർ പൊക്കിയെടുത്ത് അകത്തോണ്ട് ഇട്ടിരിക്കുകയാണ്. ഓ, പോയി പൊക്കിക്കൊണ്ട് വാന്ന് പറഞ്ഞു. അകത്തോട്ട് കടന്നു ചെന്നു. വീലാപ്പുറത്ത് തട്ടി 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 സ്തോത്രം. ചെരിപ്പിട്, വസ്ത്രം എടുത്ത് പുതയ്ക്ക്, എണീര്. പറഞ്ഞു തീർന്നില്ല, അവൻ എണീറ്റതും ചങ്ങലയെല്ലാം വീണു. ചിലയിടത്ത് നമ്മൾ തുടങ്ങി വെച്ചാലേ ചങ്ങലകളെല്ലാം മാറി വരത്തേ ഉള്ളൂ. ആമേൻ. നിങ്ങൾ ചങ്ങല വീണിട്ട് എണീക്കാമെന്ന് വിചാരിക്കരുത്. ആമേൻ. തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യത്തോടെ അതിലൂടെ ഇറങ്ങണം. ഇവിടെ എന്താണ് തുടക്കം കിട്ടിയത്? ഞാൻ നിങ്ങളെ കൊണ്ടത് പറയിപ്പിച്ചു. ആദ്യം വെളിച്ചം പ്രകാശിച്ചു. അപ്പോഴേ പത്രോസിന് മനസ്സിലായി, എല്ലാം ഓക്കെ ആയി. ആ ഇരുട്ട് മുറിക്കകത്തൊരല്പം വെളിച്ചം വന്നു. വെളിച്ചം വന്നപ്പോൾ തന്നെ ആമീൻ പത്രോസ് ചാടി എഴുന്നേറ്റപ്പോൾ ചങ്ങലകളെല്ലാം മാറി. അവൻ ഡോറിൻ്റെ അടുത്ത്, ഡോറ് തുറന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വരാം, അല്ല, ഡോറിൻ്റെ അടുക്കലേക്ക് വന്നു. സ്വത്രം. ആ സെൻസർ വർക്ക് ചെയ്തതുപോലെ ആ ഡോർ അങ്ങ് തുറന്നു. പുറത്തേക്ക് അടുത്ത ഡോറിലേക്ക് വന്നു. അവിടെയും സെൻസർ ഉണ്ടായിരുന്നു. അങ്ങനെ അവന്മാർ പൊട്ടിയച്ചു പോയതാണ്. സുഹൃത്തെ, നിങ്ങൾ എന്തുകൊണ്ടാണ് പലയിടത്തും എഴുന്നേൽക്കാത്തത്? വെളിച്ചം കണ്ടു, നിങ്ങൾ എഴുന്നേറ്റില്ല. ചങ്ങല പോകട്ടെ, വാതിലുകൾ തുറക്കട്ടെ, എല്ലാം ശരിയാകട്ടെ, എന്നിട്ട് ഞാൻ എണീക്കാം. തെറ്റിപ്പോയി. ഇന്നൊരു ദൂതോടുകൂടി ഞാൻ നിങ്ങളെ പറഞ്ഞയക്കാൻ പോകുന്നു. നിന്റെ വീട്ടിനകത്ത് ആദ്യം വരുന്നത് ഒരു പ്രകാശം. അതൊരു സ്വപ്നത്തിലായിരിക്കാം, അതൊരു വചനത്തിലായിരിക്കാം, അതൊരു പ്രാർത്ഥന അനുഭവത്തിലായിരിക്കാം. നീ കണ്ണടച്ചിരിക്കപ്പെടുമ്പോൾ ഒരു പ്രകാശം വന്നെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഇനി എല്ലാം ശരിയാകുക. നീ ആ പ്രകാശത്തിന്റെ പുറകെ പൊയ്ക്കോളണം. ആ പ്രകാശത്തെ വിടരുത്. ആ പ്രകാശത്തിന്റെ പുറകെ നീ പോകണം. ഇന്നലെ വരെ മനുഷ്യന്റെ മുമ്പിൽ പോയി തോറ്റുപോയി, ബന്ധുക്കളുടെ മുൻപിൽ പോയി തോറ്റുപോയി, സ്വന്തക്കാരുടെയും പരിചയക്കാരുടെയും പണത്തിന്റെ ഒക്കെ പുറകെ പോയി നീ തോറ്റുപോയെങ്കിൽ ഇനി ആ പ്രകാശത്തിന്റെ പുറകെ പൊയ്ക്കോ. ബാക്കി എല്ലാം ശരിയായിക്കൊള്ളു. നിനക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഒന്നൊന്നായിട്ട് തുറക്കും. സഹോദരി, നിനക്ക് മുമ്പിൽ കിടക്കുന്ന ചങ്ങലകൾ ഒന്നൊന്നായിട്ട് അഴിഞ്ഞു വീഴും. പക്ഷെ നിനക്ക് ഈ വെളിച്ചത്തെ അനുഗമിക്കാൻ മനസ്സ് വേണം. ഈ വെളിച്ചത്തെ പിന്തുടരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ വെളിച്ചം നിന്നെ എത്തിക്കേണ്ടടുത്ത് കൊണ്ട് എത്തിക്കോ. ദൈവം തന്റെ ഭക്തന്മാരെ രക്ഷിച്ചതിന്റെ വലിയ അടയാളമാണ് ആദ്യം വെളിച്ച. ആമേൻ. ക്രിസ്തുവാകുന്ന വെളിച്ച വീട്ടിൽ വന്നു. ക്രിസ്തുവാകുന്ന വെളിച്ച നിന്റെ ഹൃദയത്തിൽ വന്നു. എല്ലാം ശരിയായിരിക്കുകയാ. പക്ഷേ ആ വെളിച്ചത്തെ സംശയിക്കരുത്. ആ വെളിച്ചത്തിന്റെ പുറകെ പോകാൻ മടിക്കരുത്. ഈ വെളിച്ചം എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. ആമേൻ. ഈ ഓട്ടക്കളത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ, ആമേൻ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ അരമുറിക്ക് ഞാൻ കടന്നു പോകണം. പത്രോസിന്റെ അടുത്ത യാത്ര അവിടെ ആരംഭിക്കുകയാണ്. ആ വെളിച്ചത്തെ അനുഗമിച്ച് അവൻ കടന്നുപോയപ്പോൾ തന്നെ എല്ലാ ചങ്ങലകളും ഒളിഞ്ഞു, എല്ലാ വാതിലുകളും എല്ലാം ശരിയായി. സുഹൃത്തുക്കളെ, പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയുകയാണ്. എല്ലാം ശരിയായിട്ട് എഴുന്നേൽക്കാമെന്ന് പറയില്ല. ഇപ്പൊ വെളിച്ചം കിട്ടിയെങ്കിൽ നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എല്ലാം ശരിയായിട്ട് ഞാൻ ആമേൻ പോകാമെന്നല്ല. ആമേൻ. വെളിച്ചം കിട്ടിയെങ്കിൽ നീ വിശ്വസിക്കണം, എല്ലാം ശരിയായി, ഇനി എല്ലാം നടക്കും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഇതേ പൗലോസ് വീണ്ടും പറയുകയാണ്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഓട്ടക്കളത്തിൽ താൻ ഓടുമ്പോൾ തൻ്റെ ഒരു ലക്ഷ്യം, എനിക്കും സുവിശേഷത്തിൽ പങ്കാളിയാകണം. ഗോസ്പൽ വർക്കിൽ എനിക്കൊരംഗമാകണം. എനിക്ക് ചുമ്മാ പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും
അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോയാൽ പോരാ, സുവിശേഷത്തിൽ എനിക്ക് പങ്കുള്ളവനാകണം. സുഹൃത്തുക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പങ്കാളികളാകണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാകണം. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി കാലുവയ്ക്കുന്നവരാകണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ സമയം കൊണ്ട്, നിങ്ങളുടെ ആരോഗ്യം കൊണ്ട്, നിങ്ങളുടെ സാമ്പത്തികം കൊണ്ട് നിങ്ങൾ സുവിശേഷത്തിൽ നിങ്ങളും പങ്കുള്ളവരായിരിക്കണം. നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഭാഗവാക്കുകളായി തീരണം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നല്ലോ. നിങ്ങളും പ്രാപിക്കുവാൻ തൊക്കണം. ഓടുവിൻ. അംഗം പൊരുന്നവർ ആമേൻ ഒക്കെയും സകലവും വർജിക്കണം, വചനം ആചരിക്കണം. അവർ വാടുന്ന കിരീടമോ വാടാത്ത കിരീടമോ പ്രാപിക്കുന്നത്. ആകയാൽ ഞാൻ നിശ്ചയമല്ലാത്തതല്ല ഓടുന്നത്, നിശ്ചയമല്ലാതെ വണ്ണമല്ല ഞാൻ ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധമത്രേ ചെയ്യുന്നത്. ശ്രദ്ധിപ്പിൻ 27-ാം വാക്യം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. പൗലൂസിനറിയാം ഞാൻ പ്രസംഗിക്കുന്നു, പക്ഷേ ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കും പോലെ തന്നെ ഞാൻ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കുന്നു. എങ്ങനെ? ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ ഞാൻ ദണ്ഡിപ്പിച്ചടിമയാകുന്നു. നിങ്ങൾ സ്വയം നീതീകരിക്കരുത്. പലയിടങ്ങളിൽ നിങ്ങൾ ബലഹീനരാണ്. നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ഇങ്ങനെ ചൂണ്ടുന്ന സമയത്തിൽ, നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ചൂണ്ടുന്ന സമയത്തിൽ, നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ കുറ്റത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ചൂണ്ടി സംസാരിക്കുമ്പോൾ, നീ മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ, നീ മറ്റൊരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നീ മനസ്സിലാക്കണം, ഒരു വിരല് ആ വ്യക്തിയുടെ മേൽ ചൂണ്ടിയിരിക്കുന്നെങ്കിൽ 3 വിരല് ഞാനിപ്പോൾ ഇങ്ങനെ ചൂണ്ടുകയാ, 3 വിരൽ എൻ്റെ നേരെ ആയിരിക്കുന്നത്. ഞാൻ ഒരാളെ ചൂണ്ടുന്ന സമയത്ത് എൻ്റെ 3 വിരലും എന്നെ ഇതെപ്പോഴും മനസ്സിലാക്കണം. സുഹൃത്തെ, നീ മറ്റൊരു വ്യക്തിയെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ, നീ മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ, നീ മറ്റൊരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ സ്വയപരിശോധന കൂടെ നടത്തണം. 3 വിരൽ എന്നെ ചൂണ്ടി. ഞാൻ ഒരാളെ ചൂണ്ടി, പക്ഷെ 3 എന്നെ ചൂണ്ടുക. സ്വന്തമായി പൗലൂസ് പറഞ്ഞു, ശരിയാണ്, ഞാൻ ഒരാളെ ചൂണ്ടുമ്പോൾ 3 വിരൽ എന്നെ ചൂണ്ടുകയാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ ദാസന്മാർ ഉപവസിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗം. ശരീരം കൊണ്ട് അഹങ്കരിക്കാതിരിപ്പാൻ, സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കാതിരിപ്പാൻ, കഴിവുകൾ കൊണ്ട് അഹങ്കരിക്കാതിരിപ്പാൻ, സ്വന്തം ദൈവ കൃപ കൊണ്ട് അഹങ്കരിക്കാതിരിപ്പാൻ എപ്പോഴും അവർ തങ്ങളെ തന്നെ അടിമപ്പെടുത്തി ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ, ദൈവം നിങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ കീഴ്പ്പെട്ടു കൊടുക്കണം. നിങ്ങൾ ഒരിടത്തും അഹങ്കരിക്കാനുള്ള മേഖലകൾ നിങ്ങൾ ഉയർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. പൂർണ്ണമായി വാടാത്ത കിരീടത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുവാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊല്ലപ്പെടട്ടെ. ഏറ്റവും ഒടുവിലത്തെ ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ചുള്ള ഭാഗം ഞാൻ നിർത്തുവാനാക്കി. 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. കർത്താവ് രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ തന്നെ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിലും അധികം വഷളായി പോവും. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ, പറഞ്ഞാട്ടെ, വിട്ട് ഓടിയവർ. ഓട്ടക്കളത്തിൽ ഓടി ജയിക്കണം, ലക്ഷ്യമുണ്ടായിരിക്കണം, ശരിയാണ്. പക്ഷേ നിങ്ങൾ ഓടിയിട്ട് അതിൽ വീണ്ടും കുടുങ്ങിയാൽ, ഏത് മാലിന്യം വിട്ട് ഓടിയിട്ട് വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തെക്കാളും അധികം വഷളായി പോകും. മത്തായി 12:43. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയായിത്തീരും. നമ്മൾ ഓട്ടം ഓടിയിട്ട് വീണ്ടും കുടുങ്ങിപ്പോകരുത്. മാലിന്യം വിട്ടാൽ വിട്ടതായിരിക്കണം. കുടി നിർത്തി ഇനി തിരിച്ചെടുക്കരുത്. ശംഭു, പാൻപരാഗ്, ഗുഡ്ക, ചൈനി, കൂനി ഇതെല്ലാം വിട്ടെങ്കിലും വിട്ടതായിരിക്കണം. ഇനി അത് നിങ്ങൾ തിരിച്ചെടുക്കരുത്. വിട്ട ബന്ധങ്ങൾ തിരിച്ചെടുക്കരുത്. വിട്ട കാര്യാദികളെല്ലാം ഉപേക്ഷിക്കണം. അതെല്ലാം അങ്ങനെ പിൻപിലുള്ളതെല്ലാം മറക്കണം. ചിലത് മറന്നാലേ മുമ്പിലേക്ക് നിന്റെ വേഗത കൂടുകയുള്ളൂ. ചിലതൊക്കെ വേണ്ടാന്ന് വയ്ക്കുക. ചില ഫോൺ കോൾസിന് വേണ്ട, ചിലതിനെ നീ ബ്ലോക്ക് ചെയ്യണം. ചില ഫ്രണ്ട് റിക്വസ്റ്റ് നീ അക്സെപ്റ്റ് ചെയ്യരുത്. ചിലതിനെ മനഃപൂർവ്വമായിട്ട് നീ ബ്ലോക്ക് ചെയ്ത് കുറച്ച് നാൾ നീ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ മാലിന്യം നിന്റെ മേൽ കടന്നു വന്ന് പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയായി തീരുന്നതിന് പകരമായി നല്ലവരായിട്ട്
ആരുമില്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, കുറവുകളുള്ളവരുണ്ട്, വീണുപോയി, സാഹചര്യം നിമിത്തം മനസ്സ് മാറിപ്പോയി, തെറ്റിപ്പോയി, തളർന്നുപോയി. പക്ഷേ അവിടെ നശിക്കാനല്ല, ഒരു തീരുമാനത്തോടെ പുതുക്കത്തോടെ തിരിച്ചു വരണം. ഇനി ആമേൻ ആവശ്യമില്ലാത്തതെന്നും എനിക്ക് വേണ്ട, ഞാൻ തിരുത്തും, എന്നെ തന്നെ തിരുത്തും. ഈ ലോകത്തിൽ തെറ്റും കുറ്റവും ഇല്ലാത്ത ആരുമില്ല. പക്ഷെ ദൈവത്തിന്റെ മുമ്പിലേക്ക് തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കുക. ആമേൻ. നിന്റെ പല അനുഗ്രഹങ്ങളും തടസ്സപ്പെടാൻ കാരണം എവിടെയോ നീ തിരുത്തുവാൻ മനസ്സില്ലാത്ത അനുഭവത്തിൽ വീണ്ടും വീണ്ടും മാലിന്യത്തിൽ തന്നെ കിടന്ന് കുളിക്കുവാൻ ആഗ്രഹിച്ച് മാലിന്യത്തിൽ തന്നെ നീ ഇഷ്ടപ്പെട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ മാലിന്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുക്കുകയാണെങ്കിൽ ചില രോഗങ്ങൾ ഈ തീരുമാനത്തിന് മധ്യയിൽ മാറ്, ചില സാമ്പത്തിക പരാജയങ്ങൾ ഈ തീരുമാനത്തിന് മധ്യയിൽ മാറ്, ചില വ്യക്തികൾക്ക് പുതിയ വഴികളും വാതിലുകളും ദൈവം തുറങ്ങ്. ആമേൻ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ആമേൻ ഒരുവൻ മാത്രമേ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങൾ ലക്ഷ്യമുള്ള ഓട്ടമായിരിക്കണം. നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള അനുഭവത്തോടുകൂടി നിങ്ങൾ ഓടി മുന്നേറി ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.